ഇത് കാച്ചിൽ നടാൻ വേണ്ടി യൂട്യൂബിൽ കണ്ടതാണേ. 1 കിലോയുടെ ഒരു കാച്ചിക്കായ എടുത്തിട്ട് അത് 10 പീസാക്കിയിട്ട്, എന്നുവെച്ചാൽ ഒരു പീസ് 100 ഗ്രാമേ കാണാവുള്ളൂ. അങ്ങനെ 10 മൂട് വെച്ച് കഴിഞ്ഞാൽ അടി ഭയങ്കരം കാച്ചിക്ക ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് നല്ല കാര്യം, 1 കിലോ കൊണ്ട് 10 മൂട് നടാലോ എന്ന് ഓർത്ത്. പറിച്ച് വന്നപ്പോൾ ആ 100 ഗ്രാം നട്ടിട്ട് ആ വിളവ് കിട്ടിയത് ഒരു നെല്ലിക്ക വലിപ്പമുള്ള വിത്താണ് കിട്ടിയത്, കാച്ചിക്കായ കിട്ടിയത്, നെല്ലിക്ക വലിപ്പമുള്ളത്. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ നടരുന്നു. ഈ 1 മൂട് 1 കിലോ, ഇത് ഒരു പീസാണ് കാച്ചിക്ക പറിച്ചതിൻ്റെ ഒരു പീസ് ഭാഗം ഞാൻ എടുത്താണ്. ഈ 1 കിലോ തന്നെ വേണം ഒരു മൂട്. കൂടുതൽ ചാണകപ്പൊടി ഇട്ട് ചാരവും കൂടി ഇട്ട് നട്ടാൽ അതിന് നല്ല സ്വാദാണ്. കണ്ടോ, ഇത് പറിച്ച കാച്ചിക്ക തന്നെ മുറിക്കണമെന്നില്ല. അതിൻ്റെ മുഞ്ഞി ഭാഗം എന്ന് വെച്ചാൽ അത് പുഴുങ്ങിയാൽ കൊള്ളത്തില്ല, ഭയങ്കര കട്ടി, അവിടെ തിന്നത്തുമില്ല. അത് മാത്രം ഒരു 10 മൂട് കാച്ചിലുണ്ടെങ്കിൽ ആ 10 മൂടിൻ്റെയും മുഖം എന്നതിന് പറയുന്നത്, ആ മുഖം കണ്ടിച്ച് വെച്ചാൽ പിന്നെ അടുത്ത മൂടും ശരിയാ അടുത്തത് അത് മാത്രം വെച്ചാൽ മതി. നല്ല കാച്ചിക്ക ശരിക്കും ഉണ്ടാകുന്നത്. മെയിൻ വളം ചാണകപ്പൊടിയും ചാരവുമാണ്.